ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ശേഷം കാണാം. വിവാഹത്തിന് ഓഡിറ്റോറിയത്തിൽ പോകാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങിയിട്ട് ഇറങ്ങുകയാണ്. ആ സമയത്ത് നയന നന്ദുവിനോട് പറയാണ്, നീ വിഷമിക്കണ്ട മോളെ, നിനക്ക് ഇതിലും നല്ലൊരു ബന്ധം നിനക്ക് കിട്ടും. ഇവിടുത്തെ ദുഷ്ടക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് ഒരു കണക്കിന് വരാതിരിക്കുന്നത് നല്ലത്. അപ്പോഴിതാ അനിയും ആദർശവും മറ്റുള്ള എല്ലാവരും ഒരുങ്ങിയിട്ട് കാറിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും വണ്ടിയിലേക്ക് കയറിയതിന് ശേഷം ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. ആദർശ് ഇടയ്ക്ക് വെച്ച് അനിയെ തന്നെ നോക്കുന്നുണ്ട്. എല്ലാവരും ആ വലിയ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. അവിടെ നെയിം ബോർഡൊക്കെ ഉണ്ട്, അനാമിക, അനി എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം അനാമികയും അച്ഛനും അമ്മയും ഒക്കെ വണ്ടിയിൽ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അനാമിക ഒന്ന് മൊത്തം നോക്കുകയാണ്. അവളുടെ അച്ഛനും ഒന്ന് നോക്കുകയാണ്. അവർ നോക്കിയത് മറ്റൊന്നുമല്ല, ആ ഉപേന്ദ്രൻ എവിടെയെങ്ങാനും ഉണ്ടോ എന്ന് നോക്കിയതാണ് അച്ഛൻ. എന്നിട്ട് അനാമികയോട് പറയുകയും ചെയ്യാണ്. അപ്പോൾ അവളുടെ അമ്മ പറയാണ്, ഇനി ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് കാണുമോ? ഒന്നും അറിയത്തില്ല. അപ്പോൾ അച്ഛൻ അനാമികയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, താലികെട്ട് കഴിയുന്നതുവരെ പ്രാർത്ഥിച്ചോ, ഒന്നും മോശമായിട്ട് നടക്കല്ലേ എന്ന്. അപ്പോഴാണ് അവളുടെ അമ്മയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നത്, എന്നാലും പുരിയിലെ പയ്യനെ എങ്ങനെ കിട്ടി രേവതി? അതൊക്കെ എൻ്റെ മോളുടെ മിടുക്ക, അവൾ സുന്ദരിയാണല്ലോ. അവളെ കണ്ടപ്പോൾ തന്നെ പയ്യൻ ഇഷ്ടപ്പെട്ടു. പിന്നെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ പയ്യൻ്റെ വീട്ടുകാർക്ക് മോളെ തന്നെ മതിയെന്നായി. എന്തായാലും കൊച്ചിൻ്റെ ഭാഗ്യം തന്നെ. അപ്പോൾ അവളുടെ അമ്മ പറയാണ്, ഈശ്വര, കയ്യിൽ വന്ന ഭാഗ്യം നീ തട്ടിത്തെറിപ്പിക്കല്ലേ. മോള് വാ, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ അവളുടെ കൈയും പിടിച്ചിട്ട് അമ്മയും അവരൊക്കെ പോവാണ്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നത്, അവളുടെ അനാമികയുടെ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചിട്ട്, എടാ, 10 പവൻ സ്വർണം ഞാൻ നിനക്ക് തന്നത് എൻ്റെ മോളുടെ സ്വർണ്ണമാണ്, അത് നീ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ തരണം. അപ്പോൾ ആ സമയത്ത് അനാമികയുടെ അച്ഛൻ പറയാണ്, 10 പവനല്ലേ ഉള്ളൂ, അത് താൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. മോള് വിരുന്നിന് വീട്ടിലേക്ക് വരുമ്പോൾ ഞാനത് വാങ്ങിച്ചു വെച്ചേക്കാം. അല്ല, ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. സ്വർണത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഫാമിലിയിലേക്കാണ് എൻ്റെ മോള് പോകുന്നത്. അവിടെ പിന്നെ ഇങ്ങനെയുള്ള ചീള് കാര്യങ്ങളൊന്നും പറയരുത്. 10 പവനെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വില എന്താണെന്നറിയാലോ? 6 ലക്ഷത്തിന് മുകളിലാണ്. അതെൻ്റെ സ്വർണ്ണമല്ല, അതെൻ്റെ മരുമോളുടെയാ. അതും കൂടി ഓർമ്മ വേണം. എല്ലാം ഓർമ്മയുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇങ്ങനെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ട് ഈ കല്യാണം നടത്തുന്നത് തന്നെ. അതുപോലെ ഉപേന്ദ്രൻ്റെ കാര്യം അറിയാലോ. അവനാണെങ്കിൽ എന്നെ കൊല്ലാതെ കൊന്നുകൊണ്ടിരിക്കുക. സ്വർണത്തിൻ്റെ പകുതി കല്യാണം കഴിഞ്ഞാൽ അവന് കൊടുക്കേണ്ടി വരും. അതൊക്കെ നിങ്ങളുടെ കാര്യം, പക്ഷേ എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയിരിക്കണം. അനാമിക അതിനകത്ത് കയറിയിട്ട് ഒന്നും കൂടി ഒരുങ്ങുകയാണ്. അപ്പോൾ അവളുടെ അമ്മ പറയാണ്, കല്യാണം മുടക്കാനായിട്ട് ആരെങ്കിലും വരുമോ എന്നാണ് എൻ്റെ പേടി. അവൾ പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ അവളുടെ അമ്മ പറയാണ്, നിങ്ങൾക്കറിയാലോ നമ്മുടെ അവസ്ഥ. ഇവളുടെ ഈ കല്യാണം ഇനി ആകെയുള്ളൊരു പ്രതീക്ഷ. ഇത് മുടങ്ങിയാൽ അവിടെ നമ്മുടെയും മോളുടെയും ജീവിതം തീരും. അമ്മ പേടിക്കാതിരിക്കേ, ഇവിടെ എങ്ങും ആരും വരാൻ പോകുന്നില്ല. പിന്നെ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഏത് കുടുംബക്കാരാണെന്ന് അയാൾക്ക് നല്ലതുപോലെ അറിയാലോ. അവരോട് മുട്ടിയാൽ അയാൾക്ക് പരിക്ക് പറ്റുമെന്ന് അയാളോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ ശരിയാ മോളെ, പക്ഷേ സംഭവം പയ്യനും പയ്യൻ്റെ വീട്ടുകാരും ഒക്കെ അറിഞ്ഞാൽ അതൊരു മോശമല്ലേ. അമ്മ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കേ, അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അനന്തപുരിക്കാരെല്ലാവരും അതും എത്തി. എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നയന വന്നിട്ട് നന്ദുവിനോട് പറയാണ്, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ മോൾ നല്ല സന്തോഷത്തോടെ നിൽക്കണം. അപ്പോൾ നവ്യ വന്നിട്ട് പറയാണ്, ഇവളെന്തിനാ വെറുതെ വിഷമിക്കുന്നത്? ഇവൾ കഴിഞ്ഞ ദിവസം 4-5 എണ്ണത്തിനെ തല്ലി ഒതുക്കിയത് കൊണ്ടല്ലേ അവർ കല്യാണ പെണ്ണായത്. അതിൻ്റെ പിന്നിലും ഇവളാണെന്ന അനിയുടെ അമ്മ പറയുന്നത്. കനക പറയാ, അവരെന്ത് പറഞ്ഞാലും ഒരു കാര്യം സത്യം അമ്മേ, എന്തൊക്കെയോ കുഴപ്പം അവൾക്കും അവളുടെ വീട്ടുകാർക്കും ഉണ്ട്. അപ്പോൾ അവളുടെ അച്ഛൻ പറയാണ്, അതെന്തെങ്കിലും ആയിക്കോട്ടെ മോളെ, അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കണ്ട. വാ, നമുക്കങ്ങോട്ട് പോകാം. കല്യാണച്ചക്കൻ കയറുന്നതിന് മുമ്പായിട്ട് മാലയൊക്കെ ഇട്ട് സിന്ദൂരമൊക്കെ തൊട്ട് കൊടുത്തിട്ട് കയറ്റുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വിഷമത്തോടെയാണ് നന്ദു നോക്കുന്നത്. എല്ലാവരും അതൊക്കെ ബൊക്കെയൊക്കെ കൊടുക്കുന്നത് നല്ല സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. പക്ഷേ രണ്ടുപേർക്കും നല്ല വിഷമമാണ്. അതായത് നയനയ്ക്കും നന്ദുവിനും. നന്ദു മുന്നോട്ടേക്ക് പോയില്ല, പിറകോട്ടേക്ക് അടിച്ചിട്ട് ബാക്കിൽ വന്ന് നിൽക്കുകയാണ്. നന്ദു കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാനൊരു അധികപ്പറ്റ, എനിക്ക് അനി മറ്റൊരുത്തരുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാൻ കഴിയില്ല. നന്ദു ഉടൻ തന്നെ അവിടുന്ന് മാറിപ്പോയി. അപ്പോൾ സ്വീകരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ അനാമികയുടെ അച്ഛൻ ചോദിക്കുകയാണ്, എന്താ മോൻ്റെ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയാണ്, കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ വിഷമമൊക്കെ മാറിക്കോളും.
പിന്നെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ എന്ത് ഫംഗ്ഷൻ നടക്കുന്നുണ്ടെങ്കിലും ഇവൻ്റെ മുത്തശ്ശനാ മുമ്പിലുണ്ടാവുക. ഇന്ന് അച്ഛൻ ഹോസ്പിറ്റലാണല്ലോ, അതിൻ്റെ ഒരു വേദനയുണ്ട് എല്ലാവർക്കും. അപ്പോൾ ആദർശം പറയാണ്, അതെ മുത്തശ്ശന് ഒരല്പം സീരിയസാ. ഒന്ന് റിക്കവറായി വന്നതാ, പക്ഷേ വീണ്ടും കണ്ടീഷൻ മോശമായി. കല്യാണം മാറ്റിവെച്ചാലോ എന്ന് പോലും ഞങ്ങൾ ആലോചിച്ചതാ, പക്ഷേ അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ടാ. മുത്തശ്ശിയും പറഞ്ഞു മുഹൂർത്തം തെറ്റിക്കരുത് എന്ന് അനിയുടെ അച്ഛൻ പറയാം. അപ്പോൾ അനാമികയുടെ അച്ഛൻ, അത്രയ്ക്ക് നല്ല മുഹൂർത്ത ജ്യോത്സ്യൻ കുറിച്ച് തന്നിരിക്കുന്നത്. ഇനി അത് തെറ്റിച്ചു കഴിഞ്ഞാൽ അതുപോലൊരു മുഹൂർത്തം പിന്നെ ഉണ്ടാവുകയില്ല. അതെ. അപ്പോൾ ആദർശ് പറയാണ്, അനി നീ ഒന്ന് വന്നേ. പിന്നെ അനാമികയുടെ അച്ഛൻ അനിയുടെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, കല്യാണം അടുത്തപ്പോൾ അനിക്ക് കുറച്ച് താല്പര്യക്കുറവ് ഉണ്ടെന്നാണ് അനാമിക പറഞ്ഞത്. അതുകൊണ്ടല്ലേ പറഞ്ഞത് കല്യാണം കഴിയുമ്പോൾ അവൾക്ക് അതൊക്കെ മാറിക്കൊള്ളുമെന്ന്. വരൂ, വാ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോഴാണ് നവ്യ ചോദിക്കുന്നത്, നന്ദു എവിടെ? നന്ദു നന്ദു എന്ന് പറഞ്ഞ് നയന ചുറ്റും നോക്കുകയാണ്, കനകയും ചുറ്റും നോക്കുകയാണ്. പറഞ്ഞതുപോലെ മോളെ കാണുന്നില്ലല്ലോ. രാകേഷും വിഘ്നേഷും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി അവരോടെങ്ങാനും സംസാരിച്ച് നിൽക്കണമെന്നറിയില്ല, നയന പറയാം. ആദർശ് വിളിച്ചു കൂട്ടിക്കൊണ്ടായിട്ട് അനിയോട് പറയാണ്, എടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മനസ്സിൽ എന്ത് വിഷമമുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കരുതെന്ന്. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല ഏട്ടാ. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല പലപ്പോഴും നമുക്ക് കിട്ടുന്നത്. ഞാൻ പെണ്ണ് കണ്ടത് നവ്യയാണ്, വിവാഹം കഴിച്ചത് നയനയല്ലേ. അത് ഏട്ടൻ്റെ ഭാഗ്യമാണ്. അതുകൊണ്ട് ഏട്ടന് ഒരു നഷ്ടവും വരില്ല. എടാ അതിപ്പോഴല്ലേ, എന്നാൽ അന്ന് എന്തായിരുന്നു സ്ഥിതി? വീട്ടിൽ യുദ്ധമായിരുന്നില്ലേ? അതുപോലെയല്ല ശരിയാവൂടാ. ഏട്ടാ നമ്മുടെ കുടുംബത്തിനോ എനിക്കോ പറ്റിയ ഒരു പെൺകുട്ടിയല്ല അനാമിക. എന്ന് നിനക്ക് എന്താ ഉറപ്പ്? എന്തോ എൻ്റെ മനസ്സ് അങ്ങനെയാ പറയുന്നത്. എടാ മുഹൂർത്തം എടുക്കാറായി, അതിനു മുമ്പേ നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിന്റെ ഭാഗത്തും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. നിനക്ക് ഇതൊക്കെ നേരത്തെ പറയാമായിരുന്നു. ഇന്നലെ എല്ലാം അറിഞ്ഞതിന് ശേഷം ഞാൻ മാക്സിമം ട്രൈ ചെയ്തതാ ഈ വിവാഹം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇളയമ്മ എന്താ പറഞ്ഞതെന്നറിയാൽ എനിക്ക്? വെറുതെ കല്യാണ വീട് ഒരു മരണ വീടാക്കരുത്. ചില നേരത്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പലതും ത്യജിക്കേണ്ടി വരും. അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗാടാ. പിന്നെ നയനയും അവളുടെ വീട്ടുകാരും പറയുന്നതിലും കാര്യമുണ്ട്. ഒരു വീട്ടിൽ നിന്ന് തന്നെ 3 പെൺമക്കളെയും കൊണ്ടുവന്നാൽ അത് പല പ്രശ്നങ്ങൾക്കും കാരണമാവും. അതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. നീ ഇവിടെ ഇപ്പോൾ സന്തോഷത്തോടെ നിൽക്കണം. എന്ത് വിഷമമുണ്ടെങ്കിലും അത് മുഖത്ത് കാണാൻ പാടില്ല. ഇവർ തന്നെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതാണ്, എന്നെ കുറ്റം പറയണ്ടാരും. നീ വന്നപ്പോൾ തന്നെ അനാമികയുടെ അച്ഛനും അമ്മയും ചോദിച്ചില്ലേ എന്താ വിഷമമെന്ന്? എടാ അനാമികയ്ക്ക് അറിയാലോ നീയും നന്ദും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി. വെറുതെ ആ കുട്ടിയെ ഇനിയും പഴികേൽപ്പിക്കരുത്. ദേവയാനി പോയി ജലജയോട് ചോദിക്കുകയാണ്, അഭിയുടെ ജലജയെ? അവൻ ഹോസ്പിറ്റലിൽ നിന്നും ഇതുവരെ വന്നിട്ടില്ല. അച്ഛൻ വരുവാണെങ്കിൽ അവനും കൂടെ വരുമായിരിക്കും. അവിടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, എന്നാലും വീട്ടുകാരെങ്കിലും അവിടെ വേണ്ടേട്ടെത്തി. പിന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലൊരു പെൺകുട്ടിയാണ് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോകുന്നത് എന്ന് വെച്ച് അവളെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് വാരിക്കോരി കൊടുക്കൊന്നും വേണ്ട. അതെന്താ നീ അങ്ങനെ പറഞ്ഞ ജലജേ? അല്ല, നമ്മൾ ഇനിയും പറ്റിക്കപ്പെടാൻ പാടില്ലല്ലോ. എല്ലാവരും ഒരുപോലെയല്ല ജലജേ. എൻ്റെയും നിൻ്റെയും മരുമക്കളുടെ വീട്ടുകാരൊന്നും ശരിയല്ല. അതുപോലെയല്ല അനാമികയുടെ അച്ഛനും അമ്മയും. അവരൊക്കെ നല്ല അടിച്ചുള്ളവരാ. നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള കല്യാണം ഇന്ന് നടക്കാൻ പോകുന്നത്. അവിടെ നമ്മൾ അനാമിക മോളെ നന്നായിട്ട് സ്നേഹിക്കണം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പിന്നെ അവരെ പറ്റി കൂടുതലൊന്നും അറിയത്തില്ലല്ലോ. അറിയാനൊന്നുമില്ല, അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നവരാ. ദേവയാനി പറയാം. അങ്ങനെ ഒരു മകളെ കിട്ടാത്തതിൻ്റെ വേദനയൊക്കെ എനിക്കുണ്ട്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷയാണ് എൻ്റെ മരുമകൾ. അത് ഞാൻ എവിടെയും പറയും. അനാമിക നന്നായിട്ട് ഒരുങ്ങുകയാണ്. അവിടേക്ക് അച്ഛൻ വന്നു. അപ്പോൾ അനാമിക എണീറ്റ് ചോദിക്കുകയാണ്, നന്ദു വന്ന അച്ഛാ? വന്നിട്ടുണ്ടോയെന്നറിയില്ല, ഇതുവരെയും എവിടെയും കണ്ടില്ല. അവൾ വരുവോ വരാതിരിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. പിന്നെ ഉപേന്ദ്രൻ വരാതിരുന്നാൽ മതി. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൊളാവും. അയാൾ വിളിക്കമറ്റ ചെയ്തായിരുന്നു അച്ഛാ? ഇല്ല, എന്നാലും ഞാൻ ആകെ ടെൻഷനില്ല. മുഹൂർത്തം അടക്കാറായില്ലേ, ഇനി അച്ഛൻ പേടിക്കണ്ട. പിന്നെ താലികെട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഞാൻ ആ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അതുവരെ എത്തിക്കാനാണ് പ്രയാസം. അനിയെ കണ്ടില്ലേ? കണ്ടു. അവനാകെ വിഷമത്തിലാ. എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്നെ കെട്ടുന്നത്. അതിൻ്റെ നിരാശ എന്തായാലും അവന് കാണും. അതൊന്നും കാര്യമാക്കണ്ട. എനിക്കും അവനോട് പറയത്തക്ക സ്നേഹമൊന്നുമില്ല. പിന്നെ ഞാനും ലക്ഷ്യം വെക്കുന്നത് അവൻ്റെ സമ്പത്താണ്. ശരി മോളെ, ഇന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടണം. അത്രയേ ഉള്ളൂ അച്ഛനും അമ്മയ്ക്കും. ശരി. കനകയോട് നവ്യ പറയാണ്, അമ്മേ എനിക്കിതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഏത് നേരവും
എൻ്റെ അമ്മയും നയനയുടെ അമ്മയും അനാമികയെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുക. ചിലതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ കല്യാണം നോക്കാതെ പ്രതികരിക്കാൻ തോന്നുക. അത് കേട്ട് കനക പറയാണ്, മോളെ ഇപ്പോഴൊന്നും മിണ്ടണ്ട. എൻ്റെ അമ്മ പിന്നെയും സഹിക്കാം. ഇപ്പം എന്നെ ചെറിയ പേടിയൊക്കെ ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല ആദർശേട്ടൻ്റെ അമ്മ. അവരോരോന്ന് പറയുന്നത് നയനയായോണ്ടാണ് കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അച്ഛൻ വന്നിട്ട് ചോദിക്കുകയാണ്, കനകേ മോളെവിടെ നന്ദു? അവളെ ഇവിടെ എവിടെയെങ്കിലും കാണും ഗോവിന്ദേട്ടാ. അവ്യ പറയാണ്, അവൾ നമുക്കൊപ്പം ഇവിടെ വന്ന് ഇറങ്ങിയതാണല്ലോ. അതിനുശേഷം മോളെ കണ്ടിട്ടേയില്ല. പാവം ഇന്നത്തെ ചടങ്ങുകളൊന്നും കാണാനുള്ള ശക്തി അവൾക്കുണ്ടാവില്ല കനക പറയാ. അതുകൊണ്ട് എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടാവും. അനി അനാമികയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ ഉറപ്പായിട്ടും എൻ്റെ നന്ദുമോൾക്ക് സങ്കടം ഉണ്ടാവും. അവരുടെയൊക്കെ അഹങ്കാരത്തിന് അനിയും നന്ദും ഒന്നിച്ചാൽ മതിയായിരുന്നു. നന്ദു നവ്യെ വെറുതെ പോലും ഇനി അങ്ങനെയൊന്നും പറയരുത് അച്ഛൻ പറയാം. ഇന്നത്തോടെ നമ്മുടെ വലിയൊരു ടെൻഷൻ മാറിക്കിട്ടുക. അച്ഛൻ്റെയും അമ്മയുടെയും ടെൻഷൻ മാറിക്കിട്ടുമായിരിക്കും. പക്ഷേ നമ്മുടെ ടെൻഷൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അവളുടെ മുഖം കണ്ടാലേ അറിയാം അവളൊരു അഹങ്കാരിയാണെന്ന്. എന്തായാലും നമ്മളെക്കാൾ പണവും പത്രാസുള്ളൊരു വീട്ടിലെ കുട്ടിയാ അനാമിക. അതിൻ്റെയൊക്കെ ഒരു പരിഗണന നിൻ്റെയും നയനമോളുടെയും അമ്മ അവർക്ക് കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. ഇപ്പം തന്നെ അവരുടെയൊക്കെ സംസാരം ആ രീതിയിലാണല്ലോ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒരു പൊടിക്ക് ഒതുങ്ങി നിൽക്കുന്നതാണ് നല്ലത്. അതിനെന്നെ കിട്ടില്ല അച്ഛാ. അവൾക്കുള്ള അതേ അധികാരം അവകാശം ഞങ്ങൾക്കും ആ വീട്ടിലുണ്ട്. പിന്നെ എന്തിനാണ് ഞങ്ങൾ ഒതുങ്ങുന്നത്? അതല്ല മോളെ, നിങ്ങൾ രണ്ടുപേരും നേർവഴിയിലൂടെയല്ലല്ലോ ആ വീട്ടിലേക്ക് കടന്നത്. അങ്ങനെ ഒരു ഗതികേട് ഞങ്ങൾക്കുണ്ടായെങ്കിൽ അതിൻ്റെ കാരണക്കാരി ഞാൻ മാത്രം. പിന്നെ അഭിയും. അവൻ എന്നെ ചതിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നല്ല വഴിയിൽ കൂടി തന്നെ ആദർശേട്ടൻ്റെ ഭാര്യയായിരുന്നിരിക്കുമല്ലോ. അങ്ങനെയൊന്നും നീ പറയണ്ട മോളെ. ആ സമയത്ത് പോലും ഈ നിൽക്കുന്ന നിൻ്റെ അമ്മ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞതാ. ഇവളുടെ ഏക മകളാണ് നീ എന്ന് പറഞ്ഞത് ഇവളും നീയും കൂടിയാ. ഒരിക്കലും കല്യാണത്തിൻ്റെ കാര്യത്തിൽ കള്ളം പറയാൻ പാടില്ല. താൽക്കാലിക ലാഭത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്താൽ എല്ലാം അറിയുന്ന ദൈവമുണ്ടല്ലോ ഒരു കൊട്ട് തന്നിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കല്യാണശേഷം എന്നേക്കാൾ ഉറക്കം നഷ്ടപ്പെട്ടത് ഇവൾക്കാ. പിന്നെ അച്ഛൻ പറയാണ്, നന്ദുവിനെ കാണുകയാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാൻ പറയണം. അവക്കെന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇച്ചിരി വിഷമം കാണും. എങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് ഓരോരുത്തരുടെയും ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയേണ്ടി വരില്ലല്ലോ. നന്ദു അമ്പലത്തിൽ ഒരിടത്ത് മാറിയിരുന്ന് കരയാണ്. അപ്പോഴത്തേക്കും അവിടുത്തെ പൂജാരി വന്നിട്ട് ചോദിക്കുകയാണ്, മോളെ എന്തിനാ മോള് കരയുന്നത്? ഞാൻ കരഞ്ഞില്ലല്ലോ. പുറമേയുള്ള കരച്ചിൽ കണ്ണീർ തുടച്ചാൽ ഇല്ലാതാവും. എന്നാൽ ഉള്ളിലുള്ള കരച്ചിലുണ്ടല്ലോ അത് അത്ര പെട്ടെന്ന് പോവില്ല. എനിക്കറിയാം മോൾ എന്തിനാ ഇങ്ങനെ വേദനിക്കുന്നതെന്ന്. മോളുടെ മനസ്സിൽ ഒരു പയ്യനുണ്ടല്ലോ, അവൻ മോളുടെ കഴുത്തിൽ താലി കെട്ടും. ഇനി അത് നടക്കില്ല സ്വാമി. അവൾ കരഞ്ഞുകൊണ്ട് പറയാണ്, അവൻ്റെ കല്യാണം ഇന്ന്. ആയിക്കോട്ടെ, അയാൾ എത്ര കല്യാണം കഴിച്ചാലും മോൾക്കൊപ്പമേ അയാൾക്കൊരു ശാശ്വതമായ ജീവിതമുള്ളൂ. അതുപോലെ തന്നെ മോളൊരു ദാമ്പത്യ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അത് അയാൾക്കൊപ്പമായിരിക്കും. എനിക്കിനി അങ്ങനെ ഒരു ജീവിതം വേണ്ട. അപ്പോൾ സ്വാമി പറയാണ്, വേണ്ടാന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ. നമ്മൾ എന്ത് തീരുമാനിച്ചാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചല്ലേ പറ്റൂ. നമ്മുടെ തലവര മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ മോളെ. ഇത്തിരി വൈകിയാണെങ്കിലും മോൾ ആഗ്രഹിച്ച പയ്യൻ മോൾക്ക് സ്വന്തമാവും. അതും പറഞ്ഞ് സ്വാമി അവിടെ നിന്ന് എണീറ്റ് പോയി. അമ്പലത്തിൽ മണിയടിക്കുകയാണ്. മുഹൂർത്ത സമയം ഏകദേശം അടുക്കാറായി. അപ്പോൾ നന്ദു ക്ഷേത്രത്തിനകത്ത് കയറിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഇന്ന് അനിയുടെ കല്യാണമാണ്. ഇനി അവരുടെ ജീവിതത്തിൽ ഞാനൊരു സംസാര വിഷയമാകാൻ പാടില്ല. നീ എന്നും അനാമികയ്ക്കൊപ്പം നല്ലൊരു കുടുംബജീവിതം നയിക്കണം. എൻ്റെ ചേച്ചിമാർക്കും അച്ഛനമ്മമാർക്കും നല്ലൊരു ജീവിതം കിട്ടണം. എൻ്റെ പേര് പറഞ്ഞ് ഇനി അനന്തപുരി തറവാട്ടിൽ ഒരു വഴക്കുണ്ടാവാൻ പാടില്ല. അങ്ങനെ അവൾ പൂജാരിയുടെ അടുത്തേക്ക് പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പൂജാരിയുടെ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ അവൾക്ക് കൊടുക്കുകയാണ്. നന്ദു വീണ്ടും ആലോചിക്കുകയാണ് പൂജാരി പറഞ്ഞ കാര്യം. അയാൾ എത്ര വിവാഹം കഴിച്ചാലും മോൾക്കൊപ്പമേ അയാൾക്കൊരു സന്തോഷകരമായ ജീവിതം ഉണ്ടാവും. അതുപോലെ തന്നെ മോളൊരു ദാമ്പത്യ ജീവിതം നയിക്കുന്നുണ്ടെങ്കിലും അത് അയാൾക്കൊപ്പമായിരിക്കും. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നും താലികെട്ട് നടന്നിട്ടില്ല. അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.